Hello, stop your complaining. അതായത് എപ്പോഴും നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒരു പ്രകൃതമുണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രകൃതം വളരെ വേഗം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം കംപ്ലയിൻറ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ലെന്നേ. ചെറിയ ചെറിയ കാര്യങ്ങൾക്കകത്താണെന്നുണ്ടെങ്കിലും വലിയ വലിയ കാര്യങ്ങൾക്കകത്താണെന്നുണ്ടെങ്കിലും കംപ്ലൈനിങ് നേച്ചറാണ് നമ്മുടേതെന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിനകത്തുമുള്ള നല്ല കാര്യം നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മുടെ കയ്യിൽ പിന്നെ എന്ത് കാര്യം വന്നിരുന്നാലും നമ്മൾ ചെയ്യുന്നത് എന്നാണെന്നറിയോ? നമ്മൾ എല്ലാ കാര്യവും അതിൻ്റെ ആദ്യം നോക്കും, എന്താണ് ഇതിനകത്തുള്ള കംപ്ലൈൻറ്റ്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മളെല്ലാ കാര്യത്തിനും ഏതൊരു കാര്യത്തിനും അതിൻ്റെ നല്ല വശം കാണാണ്ട് അതിൻ്റെ കംപ്ലയിൻറ്റ്സ് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിനകത്ത് നമുക്ക് ഒരു നല്ല കാര്യങ്ങൾ നമ്മുടെ അടുക്കൽ വരത്തില്ല. ഇൻ കേസ് ഇനി നമ്മുടെ അടുക്കൽ എന്തെങ്കിലും നല്ല കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും അത് നഷ്ടപ്പെടും. ഉള്ള കാര്യത്തിനകത്ത് നല്ല തൃപ്തി വെക്കാണ്ടതിന് എപ്പോഴും ഒരു കംപ്ലൈനിങ് നേച്ചറാണ് നമ്മുടെ അകത്ത് ഡെവലപ്പ് ആവുന്നതെന്നുണ്ടെങ്കിൽ ആ കംപ്ലൈനിങ് നേച്ചർ നമ്മൾ ഡെവലപ്പായി നമ്മിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും എന്ത് ചെയ്യും? നഷ്ടമാക്കും. അതെ, ഈ പ്രകൃതിക്കൊരു പവറുണ്ട്, ഈ യൂണിവേഴ്സൽ എനർജി അതിനൊരു നിയമമുണ്ട്. അതായത് ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് കാണുകയും അയാൾ ചിന്തിക്കുകയും അയാൾ പറയുകയും പ്രവർത്തിക്കുകയും ചെറിയ നിസ്സാര കാര്യത്തിനകത്ത് പോലും അയാൾ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ അടുക്കൽ അല്പം താമസിച്ചിരുന്നാലും നല്ല നല്ല കാര്യങ്ങൾ വന്നു ചേരും. അതല്ല, എല്ലാ കാര്യത്തിനകത്തും കംപ്ലയിൻറ്റ്സ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ത്വരയാണ് നമ്മൾ കൂടുതലെന്നുണ്ടെങ്കിൽ ഉള്ള നല്ല കാര്യങ്ങൾ നഷ്ടപ്പെടും. സോ സ്റ്റോപ്പ് യുവർ കംപ്ലൈനിങ്. ബൈ.